ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2017 പുറത്തിറങ്ങിയ ഖോജ് എന്ന ഹിന്ദി സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ പോലീസുകാർ വണ്ടികൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഇൻസ്പെക്ടർ ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ പേര് ബോസ് എന്നാണ്. ആ ചെക്കിങ്ങിന് അടുത്തുള്ള ഒരു കടയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുകയാണ്. നൂഡിൽസ് ഒക്കെ ഓർഡർ ചെയ്ത് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വയർലെസ് സെറ്റിലൂടെ ഒരു വിവരം ലഭിക്കുന്നു. അതായത് ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു എന്ന് ആരോ കൺട്രോൾ റൂമിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സാർ, അവിടെ അടുത്താണെങ്കിൽ എന്താണെന്നൊന്ന് പോയി നോക്കൂ എന്ന് ഉദ്യോഗസ്ഥൻ പറയാണ്. ഞാൻ അടുത്തുണ്ട്, പോയി നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങാണ്. യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് ആ സ്ത്രീയുടെ നിലവിളി കേട്ടത്. ഇപ്പോൾ നമ്മുടെ ഹീറോ ആ വീട് പരിശോധിക്കാനായി പുറപ്പെടുകയാണ്. ആ ഡോക്ടറുടെ പേര് പ്രശാന്ത് എന്നാണ്. പ്രശാന്ത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഇദ്ദേഹത്തിന് അറിയില്ല. ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് ശബ്ദം കേട്ടതെന്ന പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നത്. നിങ്ങളൊക്കെ ഇവിടെ നിൽക്ക്, ഞാൻ മാത്രം പോയി വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒറ്റയ്ക്കാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെയുള്ള വീടുകളെല്ലാം കുറച്ച് അകലത്തിലാണ് ഉള്ളത്. ഡോക്ടറുടെ വീട്ടിലെത്തി അദ്ദേഹം വാതിലിൽ തട്ടിക്കൊണ്ടേയിരിക്കുന്നു. കോളിംഗ് ബെല്ലും അടിക്കുന്നുണ്ട്. ഡോക്ടർ വരാൻ കുറച്ച് വൈകുന്നുണ്ട്. എന്താ വരാത്തതെന്ന് ഹീറോ ആലോചിച്ച് നിൽക്കുമ്പോൾ ഡോക്ടർ വരാണ്. എന്താ കാര്യം എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ നിലവിളിക്കുന്നത് പോലെ ശബ്ദം കേട്ടു, അടുത്തുള്ളവർ പരാതിപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അന്വേഷിക്കാൻ വന്നതാണ് എന്ന് ഹീറോ പറയാണ്. അതോ, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി, അതിന്റെ ദേഷ്യത്തിൽ അവളൊന്ന് ഒച്ച വെച്ചതാണ് എന്ന് ഡോക്ടർ മറുപടി നൽകുന്നു. ഇപ്പോൾ തർക്കമൊക്കെ തീർന്നോ? നിങ്ങൾ രണ്ടുപേരും ഓക്കെ ആണല്ലോ അല്ലേ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ഓക്കെയാണ് എന്ന് ഡോക്ടറും പറയുന്നുണ്ട്. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെന്ന് ഞാൻ നോക്കട്ടെ എന്ന് ഹീറോ ചോദിക്കുകയാണ്. അതിന് ഡോക്ടർ, അയ്യോ ഇല്ല, ഇപ്പോൾ അവൾ കിടന്ന് വിശ്രമിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഓക്കെയാണ്, സാർ പൊക്കോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ വേഗത്തിൽ വാതിലടയ്ക്കുന്നു. എന്താ ഇത്ര വേഗത്തിൽ വാതിലടച്ചത്? എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് നമ്മുടെ ഹീറോയ്ക്ക് തോന്നുകയാണ്. ഹീറോ അയൽപ്പക്കങ്ങളിൽ അന്വേഷിച്ചു നോക്കാം എന്ന് കരുതുകയാണ്. കാരണം ആരാണ് പരാതി നൽകിയതെന്ന് ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ. അടുത്തുള്ള ആരോ ആണ് പരാതി നൽകിയത്. തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ അദ്ദേഹം അന്വേഷിക്കാൻ ചെല്ലാണ്. ആ വീട്ടിൽ ഒരു വയസ്സായ അമ്മൂമ്മയാണുള്ളത്. ആ അമ്മൂമ്മയോട് ഡോക്ടറുടെ വീടിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഭാര്യയും അദ്ദേഹവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, ഇടയ്ക്കിടെ ആ ഭാര്യ നിലവിളിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാം എന്ന് ആ അമ്മൂമ്മ പറയുന്നുണ്ട്. ശരി, ഭാര്യയെ നിങ്ങൾ ഇടയ്ക്കിടെ കാണാറുണ്ടോ, സംസാരിക്കാറുണ്ടോ എന്ന് ഹീറോ ചോദിക്കുകയാണ്. അവർ രണ്ടുപേരും വഴക്കിടുന്ന ശബ്ദം കേൾക്കാം, ആ സ്ത്രീ നിലവിളിക്കുന്നതും കേൾക്കാം. പക്ഷെ ആ സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അവർ പറയാണ്. ഒരു തവണ പോലും കണ്ടിട്ടില്ലേ എന്ന് ഹീറോ അത്ഭുതപ്പെടുന്നു. അതെ എന്ന് ആ സ്ത്രീയും പറയാണ്. ഇനി അടുത്ത വീട്ടിൽ പോയി അന്വേഷിക്കാമെന്ന് കരുതി അദ്ദേഹം തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിലേക്ക് പോവാണ്. അവിടെയുള്ള വയസ്സായ ഒരാളോടും ഇതേ ചോദ്യം ചോദിക്കുകയാണ്. അതെ സാർ, ആ പെൺകുട്ടി കരയുന്ന ശബ്ദമൊക്കെ കേൾക്കാം, പക്ഷെ ആ കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹവും പറയാണ്. എന്താ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്? ഒരു പക്ഷെ ആ ഭാര്യ വീടിന് പുറത്തേക്ക് അധികം ഇറങ്ങാറില്ലായിരിക്കും എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഭർത്താവും ഭാര്യയും തമ്മിൽ വലിയ വഴക്ക് നടന്നിട്ടുണ്ട്. ഭർത്താവ് ഭാര്യ എന്തോ ചെയ്തിട്ടുമുണ്ട് എന്ന് ഹീറോ സംശയിക്കാൻ തുടങ്ങുന്നു. ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പോവാണ്. സ്റ്റേഷനിൽ അദ്ദേഹത്തിന് മറ്റു ജോലികൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഈ കേസിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ രാത്രി സമയം ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹം ഡോക്ടറെ നിരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഡോക്ടറുടെ വീടിനടുത്ത് വന്ന് അദ്ദേഹം കാത്തിരിക്കുകയാണ്. അതായത് അവിടെ ആരെങ്കിലും നടന്നാൽ കാണാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം നോക്കി നിൽക്കുകയാണ്. ഭാര്യയുടെ അനക്കം വല്ലതുണ്ടോ എന്നാണ് നോക്കുന്നത്. ഡോക്ടറെ കാണുന്നുണ്ട്. അദ്ദേഹം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കുന്നുണ്ട്. പക്ഷെ ഭാര്യ ഉള്ളതായിട്ട് ഒരു ലക്ഷണവും ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഭയങ്കരമായ സംശയം തോന്നുകയാണ്. നമ്മുടെ ഹീറോ പുറത്ത് ജീപ്പിലിരുന്ന് വീട് നിരീക്ഷിക്കുന്നത് ഉള്ളിലുള്ള ഡോക്ടർ പ്രശാന്ത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പോലീസ് എന്തിനാണ് നമ്മുടെ വീട് തന്നെ നോക്കി നിൽക്കുന്നത് എന്ന് അദ്ദേഹവും ശ്രദ്ധിക്കുകയാണ്. ഇപ്പൊ സീൻ കട്ട് ചെയ്ത് പിറ്റേ ദിവസം നടക്കുന്നതാണ് കാണിക്കുന്നത്. പതിവ് പോലെ ഹീറോ ജോലിക്കായി വരികയാണ്. അപ്പോൾ സീനിയർ ഓഫീസറുടെ അടുത്ത് ആ ഡോക്ടർ ഇരുന്ന് സംസാരിക്കുന്നത് കാണാണ്. എന്താ കാര്യം എന്ന് ഹീറോ ചോദിക്കുന്നു. ഈ ഡോക്ടറുടെ ഭാര്യയെ കാണാനില്ലത്രേ എന്ന് സീനിയർ പറയാണ്. കാണാനില്ലെന്നോ? ഇന്നലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഹീറോ ചോദിക്കുകയാണ്. അതെ, ഇന്നലെയൊക്കെ എൻ്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പുറത്തുപോയി തിരിച്ചു വരുമ്പോഴേക്കും അവൾ എങ്ങോട്ടേക്കോ പോയി. എവിടെ പോയി എന്നറിയില്ല. അതുകൊണ്ടാണ് പരാതി നൽകാൻ വന്നത് എന്ന് ഡോക്ടർ പറയാണ്. നമ്മുടെ ഹീറോയ്ക്ക് സംശയം കൂടുകയാണ്. ഇവൻ തന്നെ ഭാര്യയെ എന്തോ ചെയ്തിട്ട് ഇപ്പോൾ കാണാനില്ല എന്ന് കഥയുണ്ടാക്കുകയാണ് എന്ന് ഹീറോ ചിന്തിക്കുകയാണ്. ഡോക്ടറോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ശരി, ഭാര്യയെ കാണാനില്ല എന്ന് പറയുന്നില്ലേ, നിങ്ങളുടെ വീട് എനിക്ക് പരിശോധിക്കണം, വീട്ടിലേക്ക് കൊണ്ടുപോ എന്ന് ഹീറോ പറയാണ്. ഡോക്ടർ അത് സമ്മതിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഡോക്ടറുടെ വീട്ടിലേക്ക് പോവാണ്. വീടിനുള്ളിൽ വന്ന ഹീറോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ വലുതായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ പറയാണ്. ഇപ്പോൾ ഹീറോ നോക്കുന്നത് ഭാര്യയുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ എന്നാണ്. ഇവർ രണ്ടുപേരും ചേർന്നെടുത്ത ഒരു ഫോട്ടോ പോലും അവിടെ കാണുന്നില്ല. വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുകയാണ്. പ്രയോജനമുള്ള ഒന്നും കിട്ടുന്നില്ല. അവരെ കണ്ടുപിടിക്കണമെങ്കിൽ ഫോട്ടോ വേണം, എടുത്തുതാ എന്ന് ഹീറോ ചോദിക്കുകയാണ്. ഡോക്ടർ ഒരു ചെറിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് നൽകുന്നുണ്ട്.
എന്താ ഈ ചെറിയ ഫോട്ടോ തരുന്നത്? നിങ്ങൾ കല്യാണം കഴിച്ചല്ലേ, വലിയ ഫോട്ടോ ഒന്നും ഇല്ലേ എന്ന് ഹീറോ ചോദിക്കുകയാണ്. വലിയ ഫോട്ടോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, ഈ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ചതാ എന്ന് ഡോക്ടർ അപേക്ഷിക്കുകയാണ്. ഈ ഡോക്ടർ തീർച്ചയായിട്ടും എന്തോ മറക്കുന്നുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. ശരി, നിങ്ങളുടെ ഭാര്യ ഏത് നാട്ടുകാരിയാണ്, അവരുടെ ഫാമിലിയെ കുറിച്ച് പറയൂ എന്ന് ഹീറോ ചോദിക്കുകയാണ്. ഫാമിലിയുമായി ഇവർക്ക് ബന്ധമൊന്നുമില്ല, അതുകൊണ്ട് ഫാമിലിയെ കുറിച്ച് ചോദിക്കരുത് എന്ന് ഡോക്ടറും പറയുന്നു. എന്താ ഇയാൾ ഒരു വിവരം തരാതെ തേടെന്ന് പറയുന്നത്? എന്തോ തെറ്റുണ്ട് എന്ന് ഹീറോ ചിന്തിക്കുകയാണ്. വീണ്ടും ഡോക്ടറെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഡോക്ടർക്ക് ദേഷ്യം വരാണ്. എൻ്റെ ഭാര്യയെ കാണാനില്ലെന്ന് ഞാൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്ന് വിചാരണ നടത്തുകയാണോ? ആദ്യം ഭാര്യ അന്വേഷിക്കുക എന്ന് അദ്ദേഹം ഒച്ചയിടുന്നു. ശരി ശരി, ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്നും ഇറങ്ങുകയാണ്. എന്തായി എന്ന് സീനിയർ ചോദിക്കുമ്പോൾ ഹീറോ തന്റെ സംശയങ്ങൾ പറയാണ്. ആ ഡോക്ടർ എന്തോ കള്ളം പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. ആ സ്ത്രീ വീടിന് പുറത്തു പോലും വന്നിട്ടില്ല. മാസങ്ങളായി അയൽക്കാർ ആരും ആ സ്ത്രീയെ കണ്ടിട്ടില്ല. എന്തോ പ്രശ്നമുണ്ട് സർ, ഈ ഡോക്ടറുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ ഭാര്യയുടെ ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ ആക്റ്റീവ് ആണോ എന്ന് നോക്ക് എന്ന് ഹീറോ പോലീസുകാരോട് പറയാണ്. കൂടാതെ ആ സ്ത്രീക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, അതിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കാൻ പറയാണ്. അതേപോലെ ആ വീട്ടിൽ നിന്ന് നിലവിളി കേട്ടു എന്ന് പറഞ്ഞ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനും ഹീറോ പറയാണ്. നേരത്തെ അദ്ദേഹം ചോദ്യം ചെയ്ത 2 അയൽവാസികളും അല്ല വിളിച്ചത്, പിന്നെ ആരാണ് വിളിച്ചതെന്ന് കണ്ടുപിടിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ആ ഡോക്ടറെ ഒന്ന് കാണാമെന്ന് കരുതി ഹീറോ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. പുറത്തു നിന്ന് ഡോക്ടർ എന്ത് ചെയ്യുന്നു എന്ന് അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്ന് ഡോക്ടർ മുന്നിലേക്ക് വരികയാണ്. എന്ത് ചെയ്യാണ്? എന്റെ ഭാര്യയെ തേടാൻ പറഞ്ഞാൽ ഇവിടെ വന്ന് സമയം കളയാണോ? നിങ്ങൾ എന്നെ സംശയിക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ വൈകിക്കുന്ന ഓരോ നിമിഷവും എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദയവ് ചെയ്ത് എന്റെ ഭാര്യയെ കണ്ടുപിടിക്കുക എന്ന് ഡോക്ടർ പറയാണ്. നിങ്ങളുടെ ഭാര്യയുടെ ID പ്രൂഫ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാനാണ് വന്നത്. ശരി, ഞാൻ കണ്ടുപിടിക്കാം എന്ന് ഹീറോയും പറയാണ്. ഡോക്ടർ തന്റെ ജോലിക്കായി ഉള്ളിലേക്ക് പോവാണ്. ഈ ഡോക്ടറെ കുറിച്ച് അന്വേഷിക്കണം എന്ന് കരുതി ഡോക്ടർ പോയ വഴിക്ക് പോകാതെ ഹീറോ മറ്റൊരു വഴിയിലൂടെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് വരികയാണ്. അവിടെ ആ ഡോക്ടറുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ലേഡി സ്റ്റാഫിനെ കാണുകയാണ്. അവരോട് ഡോക്ടറുടെ ഭാര്യയെ കുറിച്ച് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് അവർ പറയുന്നു. ഇവിടെയുള്ള വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഹീറോ ചോദിക്കുകയാണ്. ഞങ്ങൾക്കൊരു സീനിയർ ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ പോയതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ ആ സീനിയർ ഡോക്ടർ ഭർത്താവിനെയും ഭാര്യയും ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തോട് പോയി സംസാരിച്ച് നോക്കൂ എന്ന് ആ ലേഡി പറയാണ്. ആ സീനിയർ ഡോക്ടറുടെ അഡ്രസ്സ് വാങ്ങി ഹീറോ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ എത്തിയ ഹീറോ ആ മുതിർന്ന ഡോക്ടറോട് ഫോട്ടോ കാണിച്ചിട്ട് ഇവരെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. നന്നായി അറിയാലോ, പ്രശാന്തിന്റെ ഭാര്യയല്ലേ ഇത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അതെ എന്ന് പറഞ്ഞ ഹീറോ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതൊക്കെ ഇരിക്കട്ടെ, എന്തിനാണ് പെട്ടെന്ന് പ്രശാന്തിന്റെ ഭാര്യയെ കുറിച്ച് അന്വേഷിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇന്നലെ മുതൽ പ്രശാന്തിന്റെ ഭാര്യയെ കാണാനില്ല, എവിടെ പോയി എന്തായി എന്നറിയില്ല, അതാണ് അന്വേഷിക്കുന്നത്. ഇന്നലെ ഈ സമയം അദ്ദേഹത്തിന് സർജറി ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അത് സത്യമാണോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അതെ അതെ, പ്രശാന്ത് സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് സീനിയർ ഡോക്ടർ പറയാണ്. ആ സമയത്താണ് ഭാര്യയെ കാണാതായത് എന്നാണ് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത്. ഭാര്യ അവസാനമായി എപ്പോഴാണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ കണ്ടിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ടാകും എന്ന് അദ്ദേഹം പറയാണ്. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഭാര്യയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭാര്യ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കും ഉണ്ടായിട്ടുണ്ട്. ആ വഴക്കിലാണ് എന്തോ സംഭവിച്ചത് എന്ന് ഹീറോ കണക്കുകൂട്ടുന്നു. അപ്പോഴേക്കും കൺട്രോൾ റൂമിലേക്ക് വിളിച്ച ആളെ കണ്ടുപിടിക്കുന്നു. നീ എന്തിനാണ് വിളിച്ചത്? ആ ദമ്പതികളെ കുറിച്ച് നിനക്ക് അറിയാമോ എന്ന് ഹീറോ അവനോട് ചോദിക്കുകയാണ്. അവൻ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവരെ പുറത്തു വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും ക്ഷേത്രത്തിൽ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ ദിവസവും രാവിലെ ആ വീടിന്റെ വഴിയെ ജോഗിങ്ങിന് പോവാറുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് നിലവിളി ശബ്ദം കേട്ടത്. അതുകൊണ്ടാണ് എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി പോലീസിനെ വിളിച്ചത് എന്ന് അവൻ പറയുന്നു. ഇത് കൂടാതെ അവൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സർ, ആ ഡോക്ടർ നല്ലവനല്ല. ഞാൻ അയാളെ റെഡ് ലൈറ്റ് ഏരിയയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പറയുന്നത് ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഇയാൾ റെഡ് ലൈറ്റ് ഏരിയയിൽ വന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അയാൾ മോശമാണെന്ന് പറയുന്നത്. നീ എന്തിനാണ് അവിടെ പോയത് എന്ന് ഹീറോ ചോദിക്കുകയാണ്. സർ, ഞാൻ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോയതല്ല, അവിടെ മയക്കുമരുന്ന് കിട്ടും, അത് ഉപയോഗിക്കാനാണ് പോയത് എന്ന് അവൻ പറയാണ്. ഇവൻ പറയുന്ന വെച്ച് നോക്കിയാൽ ഡോക്ടർ വേശ്യാലയങ്ങളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ പോലും ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ലല്ലോ, അത് കണ്ടുപിടിക്കണം എന്ന് ഹീറോ തീരുമാനിക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം, ഇപ്പൊ പൊക്കോ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. ഹീറോയുടെ ടീം ചോദിക്കുന്നു, എന്തായി സർ? എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടർ തന്നെയാണ് ഭാര്യ എന്തോ ചെയ്തിരിക്കുന്നതെന്ന്. ഇപ്പൊ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് കഥ ഇറക്കുകയാണ്. കാരണം ഭാര്യയെക്കുറിച്ച് ഒരു വിവരം തരുന്നില്ല എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്നും ഇറങ്ങുകയാണ്. ഇപ്പോൾ ഡോക്ടറെ നിരീക്ഷിക്കാൻ വേണ്ടി ഹീറോ വീണ്ടും വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു. ഹീറോ ശ്രദ്ധിക്കുന്നത് ഡോക്ടറും കാണുന്നുണ്ട്. പുറത്തു വന്ന് ഹീറോയുമായി വഴക്കിടാണ്. എന്തിനാണ് എപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നത്? എന്റെ ഭാര്യയെ എപ്പോഴാണ് കണ്ടുപിടിക്കുക? നിങ്ങൾ വേശ്യാലയങ്ങളിൽ പോയിരുന്നോ? സത്യം പറ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ആര് പറഞ്ഞു? ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല എന്ന് ഡോക്ടർ പറയാണ്. ഇവർ തമ്മിൽ അവിടെ വെച്ച് തർക്കം ഉണ്ടാവുന്നുണ്ട്. ഡോക്ടർ ദേഷ്യപ്പെട്ടു പോവാണ്. ഒരു ഘട്ടത്തിൽ ഹീറോയും അവിടെ നിന്ന് പോകുന്നുണ്ട്. വീട്ടിൽ വന്നതിന് ശേഷവും ഹീറോ ഇതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. രാവിലെ ജോലിക്കായിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു വിവരം ലഭിക്കുന്നു. ഡോക്ടർ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. കൈ മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ നോക്കി.
ഇപ്പോൾ ഹോസ്പിറ്റലിൽ സീരിയസ് കണ്ടീഷനിലാണെന്ന് വിവരം കിട്ടുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ ഒരു കൊറിയർ കൊടുക്കാൻ ആരോ വീട്ടിലേക്ക് വന്നിരുന്നു. അവരാണ് ഇത് കണ്ടത്. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഹീറോ വേഗം ഡോക്ടറെ കാണാൻ വരുന്നുണ്ട്. ഡോക്ടറുടെ ജീവന് ഇപ്പോൾ ആപത്തൊന്നുമില്ല. അപകടനില തരണം ചെയ്തു. ഹീറോ ഡോക്ടറോട് സംസാരിക്കാൻ ഉള്ളിലേക്ക് കയറുന്നു. സാധാരണ പോലെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർമാർ കയറ്റിവിട്ടത്. എന്നാൽ ഹീറോ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നമാണെങ്കിലും വ്യക്തമായി പറഞ്ഞാലേ എനിക്ക് അറിയാൻ കഴിയൂ. നിങ്ങൾ ചില കാര്യങ്ങൾ മറക്കുന്നുണ്ട്, അതാണ് പ്രശ്നത്തിന് കാരണം. ഡോക്ടർ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് ഹീറോയ്ക്ക് ദേഷ്യം വരാണ്. അപ്പോൾ ഡോക്ടർമാർ വന്ന് ഹീറോയെ പുറത്താക്കുന്നുണ്ട്. ഏകദേശം 12 മണിക്കൂറിലധികം ഹീറോ അവിടെ തന്നെ കാത്തിരിക്കുകയാണ്. ഡോക്ടർ ഇപ്പോൾ പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇനിയും ശരിയായില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാം എന്ന് സീനിയർ ഡോക്ടർ പറയുന്നുണ്ടെങ്കിലും ഇല്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ പ്രശാന്ത് ഇറങ്ങുകയാണ്. ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ഹീറോ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വീട്ടിലെത്തിയ ശേഷം ഹീറോ അദ്ദേഹത്തെ ഇരുത്തി സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. എന്താണെന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് സഹായിക്കാൻ കഴിയും. ഇപ്പോൾ ഡോക്ടർ കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. 8 മാസങ്ങൾക്ക് മുമ്പാണ് ഇവർ ഈ സ്ഥലത്തേക്ക് വന്നത്. ഇദ്ദേഹത്തിന് ഇവിടെ ജോലി കിട്ടിയത് കൊണ്ടാണ് വന്നത്. ഭാര്യയുടെ പേര് മീര എന്നാണ്. ഇവിടെ വന്നത് മുതൽ മീര അപ്സെറ്റ് ആണ്. കാരണം മീരയ്ക്ക് സംസാരിക്കാൻ ആരുമില്ല. ഹൗസ് വൈഫ് ആയതുകൊണ്ട് ഏകാന്തത അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഭർത്താവും ജോലിക്കായി പോകുമ്പോൾ ഇതൊക്കെ ഭർത്താവിനോട് പരാതിയായി പറയുന്നുണ്ട്. വിഷമിക്കണ്ട, നിനക്ക് സുഹൃത്തുക്കളെ കിട്ടും എന്ന് പറഞ്ഞ് അദ്ദേഹം പോവാണ്. ഒരു ദിവസം മീര പച്ചക്കറി വാങ്ങി വരുമ്പോൾ ഒരു സ്ത്രീ ചീര വിൽക്കുന്നത് കാണുകയാണ്. മീരയ്ക്ക് അതെങ്ങനെ പാചകം ചെയ്യണം എന്നറിയില്ല. ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുന്നത് മനസ്സിലാകുന്നില്ല. കാരണം അവർ നേപ്പാളി ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ റോസ് എന്നൊരു പെൺകുട്ടി അവിടേക്ക് വരികയാണ്. ആ കുട്ടി മീരയെ സഹായിക്കുന്നു. ഇത് ഫ്രീ ആയി വെച്ചോളൂ, എൻ്റെ ഗിഫ്റ്റ് ആയിരിക്കട്ടെ, ഇതിങ്ങനെയാണ് പാകം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് റോസ് പരിചയപ്പെടുന്നു. നിങ്ങളുടെ വീടിന് തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത് എന്ന് റോസ് പറയുന്നു. അവർ സുഹൃത്തുക്കളാവുന്നു. റോസ് പറഞ്ഞതുപോലെ മീര ചീര പാചകം ചെയ്യാണ്. ഭർത്താവ് വരുമ്പോൾ മീര ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. റോസ് എന്നൊരു കുട്ടിയെ പരിചയപ്പെട്ടു എന്ന് പറയുന്നു. അപരിചിതർ തരുന്നത് എങ്ങനെയാണ് വാങ്ങുന്നത് എന്ന് ഭർത്താവ് ചോദിക്കുന്നു. മറ്റൊരു ദിവസം മീര തുണി വിരിക്കുമ്പോൾ റോസ് അവരുടെ വീട്ടിൽ നിന്നും കൈ കാണിക്കുന്നു. മീരയും തിരിച്ച് കൈ കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ റോസ് വീട്ടിലുണ്ടാക്കിയ ചില സാധനങ്ങൾ മീരയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായി മാറുന്നു. ഇടയ്ക്കിടെ മീര ഭർത്താവിനോട് റോസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തെങ്കിലും അവളെ ഒന്ന് മീറ്റ് ചെയ്യ് എന്ന് മീര പറയുന്നു. ശരി, വീട്ടിലേക്ക് ക്ഷണിക്ക്, ഭക്ഷണം കഴിക്കാൻ വിളിക്ക് എന്ന് ഭർത്താവ് പറയാണ്. ഒരു ദിവസം ഡോക്ടർ പോകുമ്പോൾ റോസും അവളുടെ ബോയ് ഫ്രണ്ടും അടുത്ത് നിൽക്കുന്നുണ്ട്. ഏട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ റോസ് എന്ന് മീര പരിചയപ്പെടുത്തുന്നു. റോസ് ജോളിയായി സംസാരിക്കുന്നുണ്ട്. എന്നാൽ ബോയ് ഫ്രണ്ട് ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നു. അവന്റെ പേര് ജീവൻ എന്നാണ്. പിന്നീട് റോസിനെ ഇവർ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടുപേരും ജോലിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ജീവൻ മരമൊക്കെ വെട്ടിക്കൊണ്ടുപോകുന്ന ജോലിയാണ് ചെയ്യുന്നത്. സംസാരിക്കുന്നതിനിടയിൽ ഡോക്ടർ ഡ്രിങ്ക്സ് എടുക്കാൻ മുറിയിലേക്ക് പോവാണ്. പിന്നാലെ റോസും പോകുന്നു. അവരെവിടെ എന്ന് മീരയും ജീവനും സംസാരിച്ചിരിക്കുന്നു. റൂമിൽ വന്ന റോസ് ഡോക്ടറെ തൊട്ടും തലോടിയും സംസാരിക്കുന്നു. അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിക്കുന്ന പോലെ പെരുമാറുന്നു. ഡോക്ടർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഇവൾ എന്ത് ചെയ്യാണെന്ന് കരുതി അദ്ദേഹം പെട്ടെന്ന് മാറുന്നുണ്ട്. ഡ്രിങ്ക്സ് ഞാൻ ഒഴിച്ചു, വാ കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് വരാണ്. റോസിനെ മീരയ്ക്ക് വലിയ ഇഷ്ടമായി. പക്ഷെ ഡോക്ടർക്ക് റോസിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവൾ നമ്മുടെ അടുത്ത് അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുകയാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. രാത്രി മീര റോസിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നു. ഭർത്താവ് ഒന്നും മിണ്ടുന്നില്ല. മീര കുറച്ച് ദിവസത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. ഭർത്താവ് സമ്മതിക്കുന്നു. മീര ഇല്ലാത്ത സമയം റോസ് മനഃപൂർവ്വം ഇദ്ദേഹത്തെ കാണാൻ വരുന്നു. ഭാര്യ ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കാണില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കൊണ്ടുവരുന്നു. അവരില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നു. കൊടുത്ത ഉടനെ പോകാതെ വീടിനുള്ളിലേക്ക് കയറി സംസാരിക്കുന്നു. ഫ്ലേർട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നു. ഇദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഡോക്ടറുടെ മനസ്സ് മാറുന്നു. അദ്ദേഹം റോസിന്റെ കൈ പിടിക്കുകയാണ്. എനിക്കും സമ്മതമാണ് എന്ന രീതിയിൽ പെരുമാറുന്നു. അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. ഇവർ ഒന്നിച്ചിരിക്കുന്ന ജനലിലൂടെ ആരോ വീഡിയോയും ഫോട്ടോയും എടുക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഡോക്ടർ ഉറങ്ങുമ്പോൾ വാതിൽ തട്ടുന്ന ശബ്ദം കേൾക്കാണ്. നോക്കുമ്പോൾ ഭാര്യയാണ്. ഭാര്യ വരാൻ വൈകുമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ നേരത്തെ വന്നു. കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയനെ എന്ന് അദ്ദേഹത്തിന് പേടിയാവുന്നുണ്ട്. ഭാര്യയെ ചതിച്ചല്ലോ എന്ന കുറ്റബോധം തോന്നുന്നുണ്ട്. രാത്രി ഭാര്യ പാചകം ചെയ്യുമ്പോൾ കോളിംഗ് ബെല്ലടിക്കാണ്. ഭർത്താവ് പോയി നോക്കുമ്പോൾ ജീവനാണ് വന്നിരിക്കുന്നത്. ജീവൻ വഴക്കുണ്ടാക്കുന്നു, അടിക്കുന്നു. കാരണം ഡോക്ടർ റോസിന്റെ കൂടെ ഉണ്ടായിരുന്ന വീഡിയോ ജീവന്റെ കയ്യിലുണ്ട്. അവൻ ആ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്താണ്. എൻ്റെ പെണ്ണിന്റെ കൂടെ നീ കിടന്നില്ലേ, അതേപോലെ നിന്റെ ഭാര്യയുടെ കൂടെ എനിക്ക് കിടക്കണം, അതിന് ഏർപ്പാട് ചെയ്യുക എന്ന് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയാണ്. ഇത് മീരയും കേൾക്കുന്നുണ്ട്. ഭർത്താവ് റോസുമായി ബന്ധം പുലർത്തിയെന്ന് മീര ഞെട്ടലോടെ മനസ്സിലാക്കുന്നു. ഡോക്ടർ ജീവനെ കഷ്ടപ്പെട്ട് സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുകയാണ്. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, അവളാണ് എന്നെ സമീപിച്ചത്, എന്നോട് ക്ഷമിക്ക് എന്ന് ഡോക്ടർ മീരയോട് അപേക്ഷിക്കുകയാണ്. ആ വീഡിയോ വെച്ച് അവൻ പോലീസിൽ പരാതിപ്പെടും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ അവനിൽ നിന്ന് വാങ്ങണം, നമുക്ക് പണം കൊടുക്കാം എന്ന് മീര പറയാണ്. അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് രണ്ടുപേരും പോവാൻ തീരുമാനിക്കുകയാണ്. അവർ പണവുമായി അങ്ങോട്ടേക്ക് പോകുന്നു. നിങ്ങൾ കാറിലിരിക്കെ ഞാൻ സംസാരിക്കാം എന്ന് മീര പറയാണ്. മീര അവനെ കാണാൻ പോകുന്നുണ്ട്. എൻ്റെ ഭർത്താവ് ചെയ്തത് തെറ്റാണ്, ക്ഷമിക്കും.
ഈ പണം വെച്ചിട്ട് വിട്ടേക്കൂ എന്ന് മീര പറയുന്നു. അങ്ങനെ വിടാൻ പറ്റില്ല, ഒന്നെങ്കിൽ നീ എൻ്റെ കൂടെ കിടക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നവരുടെ കൂടെ കിടക്കണം, എനിക്ക് പണം കിട്ടും എന്നവൻ പറയുന്നു. മീര സമ്മതിക്കുന്നില്ല. അവർ തമ്മിൽ വഴക്കാവുന്നു, അടിയുണ്ടാവുന്നു. എന്താ ഭാര്യ വരാത്തതെന്ന് നോക്കി ഡോക്ടർ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ജീവൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഡോക്ടർ ഞെട്ടുന്നു. ഭാര്യയുമായി വഴക്കുണ്ടാക്കി ഭാര്യ അവനെ അടിച്ചു കൊന്നോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. എവിടെ മീര എന്ന് അദ്ദേഹം വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ മീരയെ കാണുന്നില്ല. കൊലപാതകം ചെയ്ത ഭയത്തിൽ മീര എങ്ങോട്ടേക്കോ ഓടിപ്പോയി എന്ന് അദ്ദേഹം കരുതുന്നു. ആദ്യം ജീവന്റെ ബോഡി മാറ്റണം, എന്നാലേ മീരയ്ക്ക് പ്രശ്നം വരാതിരിക്കൂ എന്ന് കരുതി ഡോക്ടർ അവിടെ കുഴിയെടുത്ത് ജീവനെ മറവ് ചെയ്യുന്നു. മീരയെ തേടി നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇതുവരെ അവൾ വന്നില്ല എന്ന് ഡോക്ടർ ഹീറോയോട് പറയാണ്. ഇത് കേൾക്കുന്ന ഹീറോ ഞെട്ടുകയാണ്. ഭാര്യ വന്നില്ലേ? നിങ്ങളും ഭാര്യയും വഴക്കിടുന്നത് അയൽക്കാർ കേട്ടു എന്ന് പറഞ്ഞല്ലോ, അന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിലവിളി കേട്ടല്ലോ എന്ന് ഹീറോ ചോദിക്കുന്നു. അതിനുള്ള കാരണം ഡോക്ടർ പറയുന്നുണ്ട്. അന്ന് ഡോക്ടർ റോസുമായിട്ടാണ് വഴക്കിട്ടത്. കാരണം ജീവനെ കാണാതായ ശേഷം റോസ് ഡോക്ടറെ കാണാൻ വന്നിരുന്നു. നിങ്ങളും ഞാനും ഒന്നിച്ചുണ്ടായിരുന്നത് ജീവൻ വീഡിയോ എടുത്തിരുന്നു. അത് വെച്ച് സംസാരിക്കാൻ വന്ന ജീവനെ ഇപ്പോൾ കാണാനില്ല. നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്, സത്യം പറ എന്ന് റോസ് ചോദിക്കുന്നു. എനിക്ക് ജീവനെ കുറിച്ച് അറിയില്ല എന്ന് ഡോക്ടർ കള്ളം പറയുന്നു. എങ്കിൽ നിങ്ങളുടെ ഭാര്യ എവിടെ എന്ന് റോസ് ചോദിക്കുകയാണ്. അതിനും ഉത്തരവില്ല. അവർ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. അവർ തമ്മിൽ വഴക്കുണ്ടാവുമ്പോഴാണ് അയൽക്കാർ ഭാര്യയുമായി വഴക്കിടുകയാണെന്ന് തെറ്റിദ്ധരിച്ചത്. റോസ് പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നു. പണം തന്നില്ലെങ്കിൽ പോലീസിൽ പോകുമെന്ന് പറയാണ്. പോലീസ് വന്നാൽ തന്റെ ഭാര്യയാണ് ജീവനെ കൊന്നതെന്ന് പുറത്തു വരും. അതുകൊണ്ട് റോസിന് പണം കൊടുത്ത് പ്രശ്നം തീർക്കാൻ ഡോക്ടർ തീരുമാനിച്ചു. ഇതിനിടയിലാണ് ഹീറോ അന്വേഷിക്കാൻ വന്നത്. ഒരുവിധം പണം കൊടുത്ത് റോസിനെ ഒതുക്കി. ഇനി ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് ഡോക്ടർ പരാതി നൽകിയത്. ജീവനെ കുഴിച്ചിട്ടപ്പോൾ ഫോണും കൂടെ ഇട്ടിട്ടാണ് കുഴിച്ചിട്ടത് എന്ന് ഡോക്ടർ പറയുന്നു. ആ ഫോൺ വഴി എന്തെങ്കിലും തെളിവ് കിട്ടും, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് ഹീറോ പറയുന്നു. അവർ ആ സ്ഥലത്തെത്തി കുഴി തോണ്ടാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു വിവരം കിട്ടുന്നത്. പോലീസ് കഞ്ചാവ് റെയ്ഡിന് പോയപ്പോൾ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. അത് മറ്റാരുമല്ല, നേരത്തെ ഹീറോ ചോദ്യം ചെയ്ത അതേ പയ്യൻ. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അത് ജീവനാണെന്ന്. അവൻ ഓടിപ്പോയ വീട്ടിൽ നിന്നും തീ ഉയരുന്നുണ്ട്. കഞ്ചാവ് കത്തിക്കുകയാണെന്ന് പോലീസ് കരുതുന്നു. പക്ഷെ ഹീറോയ്ക്ക് സംശയം തോന്നാണ്. ഇതേ സമയം ഡോക്ടർ കുഴി തോണ്ടിയപ്പോൾ അതിൽ ബോഡിയില്ല. ബോഡി കാണാനില്ലേ എന്ന് ഹീറോ ഞെട്ടുകയാണ്. ജീവന്റെ അടയാളം പറയൂ എന്ന് ഹീറോ ചോദിക്കുന്നു. കഴുത്തിലൊരു ടാറ്റു ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്ക് കാര്യം പിടികിട്ടുന്നത്. ഡോക്ടർ മോശക്കാരനാണെന്ന് പറഞ്ഞ ആ സാക്ഷി തന്നെയായിരുന്നു ജീവൻ. ജീവൻ മരിച്ചിട്ടില്ല. ഹീറോയും ഡോക്ടറും കൂടെ ജീവൻ ഒളിച്ചിരിക്കുന്ന വീട്ടിലേക്ക് പോവാണ്. നിങ്ങൾ വരണ്ട, ഞാൻ സംസാരിക്കുക എന്ന് പറഞ്ഞ് ഹീറോ ഉള്ളിലേക്ക് പോകുന്നു. ഡോക്ടറും പതുക്കെ പിന്നാലെ ചെല്ലുകയാണ്. അവിടെ ജീവൻ ഒരു ബാഗിൽ പണമെല്ലാം, അതായത് ഡോക്ടർ റോസിന് കൊടുത്ത പണമെല്ലാം എടുത്തു വെച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഡോക്ടർ അവനെ കാണുന്നുണ്ട്. നീ എങ്ങനെ രക്ഷപ്പെട്ടു? എൻ്റെ ഭാര്യ എവിടെ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ജീവൻ ഡോക്ടറെ വെടിവെക്കാൻ തുനിയുമ്പോൾ ഹീറോ ജീവനെ വെടിവെച്ച് കൊല്ലുകയാണ്. അവനെ എന്തിനാ കൊന്നത്? അവന് മാത്രമേ എൻ്റെ ഭാര്യ എവിടെയുണ്ടെന്ന് അറിയൂ എന്ന് ഡോക്ടർ കരയാണ്. അവൻ നിങ്ങളെ കൊന്നേനെ എന്ന് ഹീറോ പറയുന്നു. അവർ വീട് പരിശോധിക്കുന്നുണ്ട്. പുറത്തെന്തോ കത്തിച്ച സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മൃതദേഹം കാണുന്നു. ഭാര്യയെ കൊന്നു കത്തിച്ചോ എന്ന് ഡോക്ടർ നിലവിളിക്കുന്നു. പക്ഷെ ഹീറോ ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. ജീവനും റോസും ചേർന്ന് നടത്തിയ നാടകമായിരുന്നു അത്. റോസിനെ ഒഴിവാക്കാൻ ജീവൻ തന്നെ അവളെ കൊന്നതാകാം. പോലീസ് ടീം വരുന്നുണ്ട്. കത്തിയ ബോഡി പരിശോധിക്കാൻ കൊണ്ടുപോവാണ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുകയാണ്. അന്ന് രാത്രി മീര ജീവനെ അടിച്ചു വീഴ്ത്തിയപ്പോൾ അവൻ മരിച്ചിരുന്നില്ല. ആ സമയം റോസ് വന്ന് മീരയെ പിടിച്ച് കെട്ടിയിട്ടു. ജീവൻ മരിച്ചെന്ന് കരുതി ഡോക്ടർ കുഴിച്ചിട്ടു. ഡോക്ടർ പോയ ശേഷം റോസ് വന്ന് ജീവനെ കുഴിയിൽ നിന്ന് രക്ഷിച്ചു. ഞാൻ മരിച്ചെന്ന് ഡോക്ടർ കരുതട്ടെ എന്ന് പറഞ്ഞ് ജീവൻ മീരയെ തടവിലാക്കി. മീരയെ പലർക്കും കാഴ്ചവെച്ച് പണം സമ്പാദിച്ചു. ഒപ്പം ഡോക്ടറെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങി. അവസാനം പണവുമായി രക്ഷപ്പെടാൻ തീരുമാനിച്ചപ്പോൾ റോസിനെയും കൊണ്ടുപോകാൻ ജീവന് താല്പര്യമില്ലായിരുന്നു. അവൻ റോസിനെ കൊന്ന് കത്തിച്ചു. അതാണ് പുറത്ത് കണ്ട ബോഡി. മീരയെ ഒരു അണ്ടർഗ്രൗണ്ട് മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. നിന്റെ സമയം നല്ലതാണെങ്കിൽ നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. ഹീറോ അവിടെ നിന്നും പോവാൻ തുടങ്ങുമ്പോൾ റോസ് മരിച്ച സ്ഥലത്ത് നിന്നും ഒരു നിലവിളി ശബ്ദം നേരിയതായി കേൾക്കുന്നു. ഹീറോ വണ്ടിയിൽ കയറാൻ പോകുമ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം തിരിച്ചുപോയി നോക്കുമോ ഇല്ലയോ എന്ന് കാണിക്കാതെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. അതായത് 2 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിച്ചാൽ മീര രക്ഷപ്പെടും, ഇല്ലെങ്കിൽ മരിക്കും. സിനിമയുടെ കഥ എങ്ങനെയുണ്ടായിരുന്നു? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.